അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്മമ്മ നമ്മൾ ചക്ക വറുത്ത് പൊരിക്കുക. ചക്ക വറുത്ത് പൊരിക്കുകയാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. വീഡിയോ എടുക്കേണ്ട ഒരു ഐഡിയ ഒന്നുമില്ല, എന്നാ പറയേണ്ടതെന്നും ഐഡിയ ഇല്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും ഇന്ന് വീട്ടിൽ ഒരു ചക്ക ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് ലോങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ചക്ക ഫ്രൈയിലൂടെ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത്. കുറേ തെറ്റെല്ലാം ഉണ്ടാവും. പിന്നെ എന്നാ ഇൻട്രോ പറയേണ്ടതെന്ന് എത്രത്തോളം സക്സസ് ആവുമെന്നും അറിയില്ല. എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മളെ വീട്ടിലുണ്ടായ ചക്കയൊന്നുമല്ല, അപ്പുറത്തെ വീട്ടിലുള്ളവർ നമുക്ക് തന്ന ഒരു ചെറിയ ചക്കയാണ്. അപ്പോൾ അത് വെച്ച് ചെറുതായതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ചക്ക ഫ്രൈ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ചക്ക ഫ്രൈ ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അങ്ങനെ ചക്കേൻ്റെ ചുളയെല്ലാം മാറ്റി ഒരു പാത്രത്തിൽ വെച്ച് ഇനിയിപ്പോൾ ഇത് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അമ്മയാണ് അരിയുന്നത്. അപ്പോൾ അമ്മയുടെ എല്ലാം അരിഞ്ഞ് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലിപ്പോൾ 2 ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. ഒന്ന് മഞ്ഞൾ പൊടിയും ഒന്ന് ഉപ്പും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനിവിടെ പറയാം. ഉപ്പും മഞ്ഞൾ പൊടിയും വേണ്ടു. അപ്പോൾ അത് ഈ ഒരളവിനനുസരിച്ചിട്ട് നമ്മൾ ഇടുക. ചക്കേൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾ പൊടിയും ഇടുക. ഇതിനി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എടുത്ത പാത്രം ചെറുതായിപ്പോയി, അതുകൊണ്ട് പാത്രം മാറ്റാം. അപ്പോൾ അങ്ങനെ പാത്രം മാറ്റി ഇനി ഇതിപ്പോൾ എണ്ണയിലിട്ട് പൊരിക്കണം. എണ്ണ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇത് പൊരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി എണ്ണ ചൂടായിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചക്ക മുറിച്ച് വെച്ചത് ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അമ്മ ചക്ക പൊരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ട്രിപ്പ് പൊരിച്ച് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കഴിച്ചിട്ടില്ലല്ലോ, അത് പറയണ്ടല്ലേ. ട്രിപ്പ് പൊരിക്കണം. ചക്ക വറുത്താണ്. ചക്ക വറുത്ത് തന്നെയാണ്, പക്ഷെ ഇത് ഒരു ട്രിപ്പും കൂടി ആക്കണം അല്ലേ. ഇത് ഫസ്റ്റ് ട്രിപ്പാണ്, എന്നാലേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. എങ്ങനെ കിട്ടും? അപ്പോൾ ഇത് നമ്മൾ മൊത്തം ഒരു ട്രിപ്പ് പൊരിച്ചെടുത്ത്. അപ്പോൾ ഇതിനി ഒരു ട്രിപ്പും കൂടി പൊരിക്കണം, എന്നാലേ ഇതൊരു കറുമുറുവായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഒരു പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടാവും. ചക്ക വറുത്തതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു കക്ഷിനെയും കൂടി ഇടക്കൊന്ന് ഇട്ട് നോക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പണി ഒപ്പിച്ചാടി. ഈ കുട്ടി അച്ചാച്ചൻ്റെ കീസയിലെ പൈസ കക്കുകയാണ്. ഈ കുട്ടിക്ക് അച്ചാച്ചൻ്റെ കീസയിലെ പൈസ എടുക്കുകയാണ്. ചക്ക വറുത്തത് നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് എണ്ണയിലേക്ക് ഇട്ട്, അപ്പോൾ ഇനി ഈ ഒരു ലെവലിലെത്തുമ്പോൾ നമുക്കിത് കോരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളെ വീട്ടിലെല്ലാം ആക്കൽ. ക്രിസ്പി ആയിട്ടുണ്ടോ? ചക്ക ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ആക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ചക്ക വറുത്തത് എന്ന് പറയുന്നത്. ഞാൻ ക്രിസ്പിനെസ് എങ്ങനെയുണ്ട് കേൾക്കുന്നില്ല. അച്ഛ ഒന്നുകൂടെ വേറെ ഒന്ന് എടുത്തിരുന്നു. അങ്ങനെ ചക്ക വറുത്തതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പോൾ ഇത് നമ്മളെ ചെറിയൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റെല്ലാം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് എല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.